എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് കാണിക്കുന്നത്. ഇവിടെ രണ്ട് ലെൻസ് ഉണ്ട്, ഒന്ന് കോൺകേവ് ഒന്ന് കോൺവെക്സ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ കോൺകേവ് കോൺവെക്സ് ലെൻസ് പരിചയപ്പെടുകയും അത് വെച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കോൺവെക്സ് ലെൻസ് നമുക്കറിയാം, അതിൻ്റെ നടുഭാഗം കട്ടി കൂടുതലും അഗ്രഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വക്ക് നേരിയതുമാണ്. എന്നാൽ കോൺകേവ് ലെൻസ് ആണെങ്കിൽ നടുഭാഗം കുഴിഞ്ഞ് നേരിയതും വക്കുകളാണ് കട്ടി കൂടുതലുള്ളത്. ഇതിലൂടെ രണ്ടിലൂടെയും പ്രകാശം കടത്തിവിടുമ്പോഴുള്ള മാറ്റം നിരീക്ഷിക്കുക എന്നതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു ലെൻസ് സ്റ്റാൻഡ് ഉണ്ട്, ഇതിലേക്ക് ലെൻസ് രണ്ടും ഉറപ്പിച്ചു വെക്കുകയാണ്. ആദ്യമായി കോൺവെക്സ് ലെൻസിലൂടെ നമുക്ക് പ്രകാശം കടത്തിവിട്ട് നോക്കാം. കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശരശ്മികൾ ലെൻസിന് മുന്നിൽ ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കോൺവെക്സ് ലെൻസിന് സാധാരണ കൺവേർജിങ് ലെൻസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവ കൂടിച്ചേരുകയാണ്, പ്രകാശരശ്മികൾ ലെൻസിന് മുന്നിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയത്ത് കോൺകേവ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശരശ്മികൾ അകലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ലെൻസിലും കൂടെയും പ്രകാശം കടന്നു പോകുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് വളരെ എളുപ്പത്തിലൂടെ നോക്കി കാണാൻ പറ്റുന്നു. ആദ്യത്തേത് കോൺവെക്സ് ലെൻസിൽ അത് കൺവേർജ് ചെയ്യുന്നു, രണ്ടാമത്തെ ഡൈവേർജ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് കോൺവെക്സ് ലെൻസിലൂടെയും കോൺകേവ് ലെൻസിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോഴുള്ള വ്യത്യാസം എളുപ്പത്തിൽ നോക്കിക്കാണാൻ പറ്റുന്നു. എല്ലാവർക്കും ഈ പരീക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു പരീക്ഷണമായി കാണാം. നന്ദി.